അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ സംഭവം ഒരു നിങ്ങൾ റീസെൻ്റ്ലി തന്നെ നമ്മളിപ്പോൾ ഗീക്കി രഞ്ജിത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിരിക്കും. റീസെൻ്റ്ലി കുറച്ച് കാലമായ ആളിട്ടിട്ട് ഒരു ആൾക്ക് വന്ന ഒരു ഹെൽത്ത് സംഭവത്തിൻ്റെ ഒക്കെ പ്രോബ്ലം. ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും ഓൾമോസ്റ്റ് അതേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ ടെക് ഫിനാൻസ് ചാനലാണല്ലോ, അപ്പോൾ അതിൽ കൊണ്ട് ഹെൽത്തിൻ്റെ വീഡിയോസ് ഇടണ്ടോ, പിന്നെ ആൾട്ടെങ്ങനെ കണ്ട ഒരു പ്രചോദനം കണ്ടിട്ടാണ് നമ്മളിതിൽ ഇടാൻ വിചാരിക്കുന്നത്. വെച്ചാൽ കുറച്ച് ആൾക്കാരെങ്കിലും ഹെൽപ്ഫുൾ ആവുമല്ലോ. നമ്മളിത് സെയിം അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മിക്ക 99% ആൾക്കാർക്കും ഇതേ പ്രശ്നങ്ങൾ സംഭവം ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ മിക്ക എല്ലാവരും വീട്ടിലിരുന്ന് ഒരേ ഇരുത്ത്, ഈ വീട്ടിലല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ ഫുൾ ടൈം ഇരുത്താണ്, ഫുൾ ടൈം ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എക്സസൈസോ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എനിക്കിതുപോലെ തന്നെ റീസെൻ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫുൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ നമ്മൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് വർക്ക് ചെയ്യലാണ്, ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതിനുശേഷം നമ്മൾ വീഡിയോ പർപ്പസിനായിക്കോട്ടെ പാർട്ട് ടൈം ജോബ് ആയിക്കോട്ടെ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കയറിയിരുന്ന് ഇങ്ങനെ വർക്കിംഗ് ആണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റീസെൻ്റ്ലി BP ഹൈ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഹൈ BP എക്സസൈസ് സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കാലുവേദന, കൈവേദന, കൈമിൽക്ക് വേദന വരിക, നെർവ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഇതുപോലെ തന്നെ നമ്മൾ കുറേ ഡോക്ടർമാരെ കണ്ടു. അവർ കാര്യമില്ല, അവർ ചുമ്മാ എന്തൊരു ചെയ്യുക, പെയിൻ കില്ലർ തരിക, അവർ സ്ഥിരം പരിപാടിയാണല്ലോ പെയിൻ കില്ലർ. അപ്പോൾ അത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ കുറേ വേറെ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ വേദന വന്ന ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണല്ലോ, അതുകൊണ്ട് വേറെ രക്ഷയൊന്നുമില്ല. നമ്മൾ ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, എന്നിട്ട് ഒരു രക്ഷയില്ല. എന്ത് കഴിച്ചിട്ടും BP താഴുന്നില്ല. BP മരുന്ന് കഴിക്കുമ്പോൾ താഴും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതും കൂടും. അപ്പോൾ നോർമലായിട്ട് ആവറേജ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും കൂടിയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ആക്ച്വലി എക്സസൈസ് സംഭവത്തിലേക്ക് പോയത്. അപ്പോൾ ഞാൻ റീസെൻ്റ് നിങ്ങൾ നമ്മളെ ഒരു ത്രെഡ്മില്ല് വാങ്ങിച്ചതിൻ്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഞാൻ അതുപോലെ നമ്മൾ സ്മാർട്ട് വാച്ച് നേരം കെട്ടാറുണ്ട്. ആപ്പിൾ വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ Amazfitൻ്റെ ഫിറ്റ്നസ് വാച്ച് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട് നമുക്ക് ഹൈ BP ഉള്ളപ്പോൾ, അതുപോലെ തന്നെ ഹൈ BPM ഉള്ളപ്പോൾ. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര ബാഡാണ്. നമുക്കിപ്പോൾ ഒരു ഐഡിയൽ സിറ്റുവേഷനിലൊക്കെ നമ്മുടെ BP എന്ന് പറയുന്നത് ഒരു 65-70 ആ റേഞ്ചിലൊക്കെ വരാൻ പാടുള്ളൂ. അതൊരു 80 സംഭവമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിന് പണി കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അത് നല്ലൊരു ഇൻഡിക്കേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഹെൽത്ത് നോക്കി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫുൾ ടൈം വർക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പ് പോലെയാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ തന്നെ കാരണം. എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗീക്കി രഞ്ജിത്തിൻ്റെ അടുത്ത് അതേപോലെ ഒരു തീം ബേസ്ഡ് വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് വീഡിയോ ആണ്, അത് ഇത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സംഭവം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സബ്ജക്റ്റും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കോപ്പി അടിക്കാൻ വിചാരിക്കേണ്ട. ഞാനും ഗീക്കി രഞ്ജിത്തിൻ്റെ വീഡിയോസ് പണ്ട് തൊട്ടേ കണ്ടു തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് യൂട്യൂബർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളാളുടെ സ്ഥിരം കാണാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എനിക്കിപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോപ്പറിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സംഭവം ഇതാണ്, നിങ്ങളിപ്പോൾ ഹെൽത്ത് നോക്കാണ്ട് ഇതുപോലെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആദ്യമൊന്നും ഇൻഡിക്കേഷൻ സംഭവം ഒന്നും നടക്കില്ലടാ. പിന്നെ വേറൊരു മെയിൻ സംഭവമാണ് ഉറക്കം, സ്ലീപ്പ്. കുറേ പേർക്ക് ഈ പരിപാടി ഉണ്ട്. കുറേ പേര് രാത്രിയും 3 മണി 4 മണി വരെയൊക്കെ TVയും കണ്ടിരിക്കും. ഉറക്കം ബാക്കി എക്സസൈസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, ഉറക്കം ശരിയാവുണ്ടാവില്ല. അപ്പോൾ ഇത് ഉറക്കത്തിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഉറക്കം നമ്മുടെ ഭയങ്കര ബോഡിയിലത്തെ ഹോർമോൺസിനും സംഭവത്തിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ ഒരാഴ്ച നിങ്ങൾ മര്യാദയ്ക്കൊന്നും ഉറങ്ങാണ്ടെന്ന് നമ്മുടെ ബോഡി ആകെ തകിടം പറയാന്ന് വെച്ചാൽ ഈ ബോഡിക്ക് നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. ഈ കാലത്തിന് നമ്മൾ എനിക്കും 10-11 മണിയാകുമ്പോൾ ഉറങ്ങും, 11 മണി തൊട്ട് നമ്മൾ ഉറങ്ങുന്ന ടൈമാണ്. അതിനൊക്കെ ഒരു ക്ലോക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു നൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ IT ജോബിലും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലൊക്കെ കുറേ സംഭവമാണ് നമ്മുടെ എന്താ പറയുക നൈറ്റ് ജോബ്, അതായത് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് ചെറുപ്പ സമയത്താകുമ്പോൾ ഒരു ഏജ് ഒരു 40-ൻ്റെ താഴെയൊക്കെ ആളുകൾക്കൊന്നും വലിയ എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ അതിന് ശേഷം ഈ വയസ്സൊക്കെ കഴിഞ്ഞൊരു 42-43 ആകുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വന്നു തുടങ്ങുക. അപ്പോൾ അത് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പണി വരില്ല. ഇപ്പോൾ കുറേ പേര് നമ്മൾ ഈ പ്രായത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിപ്പോൾ സ്ഥിരമാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്, നമുക്കൊരു പ്രോബ്ലം ഇല്ല, കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടിയോളും, അതാണ് സംഭവം വരിക. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർമാരോട് ചോദിക്കാനും പോയി കഴിഞ്ഞാൽ അവർ തന്നെ പറയാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു നമ്മുടെ ബോഡിയുടെ ഇക്കോസിസ്റ്റം ക്ലോക്ക് അനുസരിച്ചിട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി വരും. അത് ഇപ്പോൾ വന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇതുപോലെ എനിക്ക് പണി കിട്ടിയതാണ്. എനിക്ക് നെക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഈ നെക്ക് ഡിസ്ക് ബൾജിങ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ഥിരമുള്ളൊരു സംഭവമാണ്. നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ, മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. കുട്ടിക്കാലം തൊട്ടപ്പോൾ സ്ഥിരതല്ല പണി. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ഡോക്ടർമാരുടെ അടുത്ത് ഇതിന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കോമൺ ആൻസറാണ്, ഇത്ര കാലം നിങ്ങൾ അതിനെ ബുദ്ധിമുട്ടിച്ചുള്ളൂ, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പണി തന്നു തുടങ്ങും. അത്ര എനിക്കിപ്പോൾ പണി തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് എന്ത് ചെയ്താലും മാറില്ല അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ.
ഇതിപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ ഫിസിയോതെറാപ്പിയിലൊക്കെ പോകുന്ന സമയത്ത് അവർ ഇപ്പോൾ ചെറിയ പിള്ളേരെ കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എല്ലാവരും ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ഭാഗം ഞാൻ കാഴ്ച വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കണില്ല. ഈ വെയിറ്റ് ഫുള്ള് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്ര 15 kg ഒക്കെ വരുന്ന പറയുന്നത്. അപ്പോൾ ഈ 15 kg ഇങ്ങനെ വന്നിട്ടുണ്ടെന്നപ്പോൾ ഈ ജോയിന്റ് പണി കിട്ടുന്നതാണ് അവിടെ ഈ ബൾജി വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെർട്ടിബ്രാസിൻ്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ പച്ചതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് ബോണിൻ്റെ ഇടയിലായിട്ട് ഒരു സ്പേസ് നിങ്ങൾ കണ്ടിരിക്കുക. അതിലൊരു ജെല്ല് പോലത്തെ ഒരു സംഭവമാണ്, നമ്മുടെ ഷോക്ക് അബ്സോർബർ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ സാധനം പുറത്തേക്ക് പൊന്തി വരും. അപ്പോൾ ഇങ്ങനെ വന്ന് അമഞ്ഞിരിക്കുമ്പോൾ ഈ സാധനം പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കൂടെയൊക്കെ ആണെങ്കിൽ നെർവ് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാധനം ഒന്ന് തട്ടും നെർവ്. അപ്പോൾ പണ്ടാര വേദനയാണ്. മര്യാദയ്ക്ക് നിൽക്കാൻ ഒരു സാധനം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ സാധനം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൊക്കെ നോക്കി നിർക്കുക. ഞാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഹൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ മോണിറ്റർ. എനിക്കിപ്പോൾ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ചെയറാണ്. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈ പൊസിഷനിലാണ് എൻ്റെ ഇപ്പോൾ നെക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ തുറന്നു വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റില്ല തരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം മോണിറ്ററിലേക്ക് കുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടിയൊരു സംഭവമാണ് നമ്മുടെ ആപ്പിൾ മാക്ബുക്ക് വാങ്ങിച്ചപ്പോൾ. എന്ന് വെച്ചാൽ അത് 13 ഇഞ്ചിൻ്റെയാണ്. 13 ഇഞ്ചിൻ്റെ നമുക്ക് ഭയങ്കര പാടാണല്ലോ കണ്ണ് ഫോക്കസ് ചെയ്യാൻ. സ്ക്രീൻ എത്ര ചെറുതാകുമ്പോഴും അത്രയും നമ്മുടെ കണ്ണിനും സംഭവത്തിനൊക്കെ ഇത് കൂടുതലാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വലിയ സ്ക്രീനുള്ള സംഭവം വാങ്ങിക്കാൻ നോക്കട്ടോ. അതാണ് നിങ്ങളുടെ കണ്ണിനും സംഭവത്തിനൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എക്സസൈസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മിനിമം ഒരു വാക്കിംഗ് എങ്കിലും ഒരു കാലത്ത് ഒരു അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഡിഫറൻസ് വരും. ഞാൻ റീസെൻ്റ്ലി നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ ത്രെഡ്മില്ലിൽ 30 minutes കണ്ടിന്യൂസ് വാക്കിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ BP ഭയങ്കര നോർമലായി. ഒരു ടാബ്ലറ്റും വേണ്ട, ഒന്നും വേണ്ട. ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമുക്കിപ്പോൾ ഇത് എന്താ പറയുക, ഒരു എക്സസൈസും സംഭവമൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസാണ് വരുന്നത്. ഇപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ നല്ല എനർജി, അല്ലെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ എന്തോ കള്ളു പിടിച്ച് കിടന്ന പോലെയാണ്, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണല്ലോ അല്ലെങ്കിൽ നോർമലി എണീക്കുമ്പോൾ. ഇത് ഭയങ്കര ഡിഫറൻസാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്കിയാൽ. ഇപ്പോൾ ത്രെഡ്മില്ല് വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നടന്നാലും മതി. ഇപ്പോൾ എൻ്റെ ഇവിടെ നടക്കാതെ ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര റോഡ് ബഹളം സംഭവങ്ങളൊക്കെയാണ്, അപ്പോൾ മെയിൻ റോഡ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ കാലം 2-3 മാസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എന്നാലും ഫുൾ പറ്റുന്നില്ല, കറക്റ്റായിട്ട് ഫുൾ ടൈം നടക്കാൻ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് ഡിഫറൻസ് വരുന്നുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ത്രെഡ്മിൽ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 30-45 minutes കണ്ടിന്യൂസ് ആയിട്ട് 5 kilometer അല്ലെങ്കിൽ 6 kilometer സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നമുക്കെല്ലാം ട്രാക്കിംഗ് ഉണ്ട്, അതിലുണ്ട് ട്രാക്കിംഗ് ഉണ്ട് സംഭവം. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഒരു സ്മാർട്ട് വാച്ച്, പെഡോമീറ്ററുള്ള സ്മാർട്ട് വാച്ച് നോക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യാം, കിലോമീറ്റർ ട്രാക്ക് ചെയ്യാം. ഒരു മിനിമം 30 minutes വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്ന് ട്രൈ നോക്കി നോക്കുക. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. നോർമൽ എക്സസൈസ് കൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഒരു മെജോറിറ്റി സംഭവങ്ങൾ മാറും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിത് വെച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ BP കാര്യമൊക്കെ പറയുകയാണെങ്കിൽ BP ഹൈ ആയിക്കൊണ്ട് ഏതൊരു BP ഹൈ ആണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിനെ സംഭവം ബാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഓർഗൻസ് ഡൈ ആയിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഈ BP എന്ന് പറയുന്നത് പ്രഷറാണ്, നമ്മുടെ ബ്ലഡ് ഓടുന്നതും താഴ്ന്നതുള്ള പ്രഷറാണ്. അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനാണ് മെയിൻ സംഭവം. ഹാർട്ടിന് ഭയങ്കര വർക്ക് ലോഡ് കൂടും. ഇത് എല്ലാ മെയിൻ ഓർഗൻസിനും, കിഡ്നി സംഭവം എല്ലാത്തിനും ബാധിക്കും. അപ്പോൾ ഇത് പണി കിട്ടും. അപ്പോൾ അതിനായിട്ട് നല്ലത് ഇപ്പോൾ പിന്നെ വേറെ ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടായിരിക്കും ഡോക്ടർമാരൊക്കെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ ഒരു ഗുളിക കഴിക്കുക, അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കല്ലേ. കുറേ പേര് ഗുളിക കഴിച്ചാൽ പൊട്ടയാണ്, പക്ഷേ അതിനായിട്ടും പൊട്ടയാണ് ഇതുണ്ടെങ്കിൽ. അതാണ് ഒരു ഡിഫറൻസ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ അലോപ്പതി ഞങ്ങളുടെ പ്രൊമോട്ട് സംഭവം ചെയ്യുന്നില്ല. എന്നാലും ഇതുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കല്ലേ. കുറേ പേർക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ജനറ്റിക്കായിട്ട് BP വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. കുറേ പേർക്ക് എന്തായാലും മിക്കതും കഴിക്കേണ്ട ഒരു ഗുളിയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഈ എക്സസൈസ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ എന്താ പറയുക ഡയറ്റ് പ്ലാൻ കൊണ്ട് മാറ്റാം. പിന്നെ സ്ലീപ്പ്, അതും ഈ 3 മെയിൻ സംഭവം ഉണ്ടാ. എന്നോട് ഡോക്ടർമാർ പറഞ്ഞാണ്, അതുപോലെ ഡയറ്റീഷ്യൻസ് പറഞ്ഞാണ് ഈ 3 വേണം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ സ്ലീപ്പും പോയിട്ടുണ്ടെങ്കിൽ അതും പോക്കാണ്. അല്ലെങ്കിൽ നല്ല പണി കിട്ടും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വയസ്സായിട്ട് 40+ ഒക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് സംഭവങ്ങളൊക്കെ അറിയാട്ടോ. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ പണിയാണ്. അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ വാച്ചിങ് സംഭവങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് എന്താ പറയുക ഇത് അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ കാണുന്നത്. നമുക്ക് ശരിക്കും അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തിൻ്റെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ നമ്മൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.